അടിച്ച് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ മീൻ പിടിക്കാൻ ഇറങ്ങി. എന്നാൽ ഒരുപാടൊന്നും കിട്ടിയില്ല, 2 കിട്ടി. പക്ഷേ കിട്ടിയത് ഒരെണ്ണം നല്ല അത്യാവശ്യം വലുതാട്ടോ. നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ, നല്ല രീതി ഫൈറ്റും നമുക്ക് നല്ലതായിട്ട് തന്നെ ഒരു സെറ്റപ്പ് ഒരു മീനെ കിട്ടി. കുഴപ്പമില്ലാത്ത രീതി ഒരു മീനാണ്. അപ്പോൾ ഓക്കെ, നേരെ വീഡിയോയിലേക്ക് പോകും. ഇങ്ങോട്ട് നിന്ന വഴിക്ക് ചെറിയൊരു അനക്കം കണ്ട ആ പായലിൻ്റെ സൈഡിൽ. അപ്പോൾ ചുമ്മാ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് എറിഞ്ഞു നോക്കിയതാണ്. അടുത്ത് എത്തേണ്ട താമസം, പായലിനോട് ചേർന്ന് അടുത്ത് നിന്നപ്പം വടക്കൻ സ്ട്രൈക്ക് ഹെവി സ്ട്രൈക്ക്. എന്നത്തെ പോലെ തന്നെ നമ്മൾ നല്ല കുക്കപ്പ് കൊടുത്ത് വലിച്ച് ജമ്മം ചെയ്ത് വരത്തില്ല. ഒരു വലിച്ച് പായലിനകത്ത് പോയി കുത്തു എത്തിട്ട് വലിച്ച് കരയിലെടുത്ത് വന്നപ്പോഴത്തേക്ക് പുല്ലിനകത്ത് കയറി ഉടക്കി. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയെ മീൻ നിൽക്കുക. ഞാൻ അമ്മാനോട് പറഞ്ഞ് പോയി എന്നാൽ അതിൻ്റെ പുല്ലൊന്ന് ഉടക്കം മാറ്റി വിടാൻ പറഞ്ഞു. അങ്ങനെ ഇറക്കി വിട്ട് ചെന്നപ്പോൾ അമ്മാനെ അത് എടുക്കാൻ നോക്കി. അമ്മനെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ്സാകും. കാരണം അവിടെ നിൽക്കുന്നിടത്തെല്ലാം നല്ല വെള്ളമുണ്ട്. വെള്ളമുള്ളപ്പം പിന്നെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ തന്നെ വീഴും, നമുക്ക് മിസ്സാകാൻ സാധ്യതയാണ്. പിന്നെ അമ്മാൻ ആ പുല്ല് മാറ്റി ഞാൻ നേരെ പുറകോട്ട് തന്നെ വലിച്ചെടുത്ത് സൈഡിൽ കഴിയുമ്പോഴത്തേക്ക് നല്ല സൈസ് എന്ന് പറഞ്ഞാൽ ഒരു 2 കിലോ മേളിൽ കാണും എന്തായാലും. ആ ടൈപ്പ് ഒരു മീനായിരുന്നു. പിന്നെ ഈ ഭാഗത്ത് ഉണ്ടാവും മീനുകൾക്ക് ഒരു നല്ല ശരം കറുപ്പ് കൂടുതലാണ്. ഒരുമാതിരി കരിമുട്ടികളെ പോലത്തെ ടൈപ്പ് സാധനമാണ്. നല്ല കറുകറാന്നിരിക്കും. കണ്ടാൽ തന്നെ ശരിക്കൊരു മോൺസ്റ്റേഴ്സാണ് അതിൻ്റെ ലുക്കാണ്. ഒരുമാതിരി ഫ്രോഗിനിട്ട് വെട്ടുന്ന ചിലപ്പോൾ നമുക്ക് തീരെ പ്രതീക്ഷിക്കാത്ത സമയത്തല്ല അടിക്കുന്നത്. അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും സത്യം ഞെട്ടിപ്പോവും. ഈ ദിവസം അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. വേറെന്തോ ഈ കോല എന്ന് പറയുന്ന മീനുണ്ട് ഇവിടെ, അത് കൂടുതലിങ്ങനെ വെട്ടും. അതാണെന്ന് വിചാരിച്ച ജസ്റ്റ് ഫ്രോഗ് എറിഞ്ഞ് നല്ല സൈസ് ഒരു ചേരാൻ തന്നെ കിട്ടിയ. അപ്പം അമ്മാവനപ്പോഴത്തേക്കും ആ ഭാഗത്ത് വല്ലതും ഉണ്ടെന്ന് നോക്കി അവിടെ 2-3 ഏറ് എറിഞ്ഞ്. പിന്നെ നമുക്കിപ്പോൾ അടിച്ച് കയറിയ ചേറ കിണ്ണങ്കാച്ചി ഒരു ചേറ്, അടിപൊളി സാധനം പറഞ്ഞു. ഇപ്പം ഉണ്ടോ സൈസ് ഉണ്ടോ, സെറ്റപ്പ് സാധനം പറഞ്ഞു. ഒരു 2 കിലോ അടുത്ത് വരുമായിരിക്കും. പഴമ്പ സാധനം അടിച്ച് കയറിയേക്കുന്നത് ഉണ്ടോ നമ്മുടെ അടിപൊളി സാധനം. ഓക്കെ, ഇത് നമുക്ക് സ്ഥിരമായിട്ട് മീനടിക്കുന്ന സ്ഥലമാണ്. ഇത് ഞാൻ അവിടെ എറിഞ്ഞ് ഫ്രോഗ് ചെന്ന് വീണ് അപ്പം തന്നെ അടിച്ച്. അതായത് ഒരു വലിയ സമയമില്ലാത്ത രീതിയൊന്നും അടിച്ച്. സാധാരണ ഇവിടുന്ന് അങ്ങനെ മിസ്സാകുന്നത്, കാരണം അവിടെ ഒരു വള്ളിപ്പടപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ അവിടുന്ന് അതങ്ങ് മിസ്സാകും. പിന്നെന്തോ ഭാഗ്യത്തിന് അവനെ കിട്ടി. അത് വലിയ സൈസൊന്നും ഇല്ലായിരുന്നു, 1 കിലോ അടുത്ത് റേഞ്ചുള്ള ഒരു ചേറാനായിരുന്നു. ഉണ്ടോ സൈസ് തന്നെ ഒരുപാട് സൈസില്ല, 1 കിലോ ഒക്കെ അടുത്തേ ഉള്ളൂ. പക്ഷേ ഹുക്കെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഫ്രോഗ് ഹുക്കായിട്ടുണ്ട്. അപ്പം ചില സമയത്ത് ഇവിടെ കിട്ടുന്ന ഈ റേഞ്ചുള്ള ഒരു സൈസാണ്. ഹുക്കില്ല, 1 കിലോ ഒക്കെ അടുത്ത് 1 കിലോ മിച്ചമുണ്ടാവും എന്തായാലും. ആ ടൈപ്പുള്ളൊരു ചേറായത്. ഇതായിരുന്നു ഈ തവണ നമുക്ക് രണ്ടാമത് കിട്ടിയ ഒരു ചേറ.